ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എങ്ങനെ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നു. മറക്കല്ലേ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം, റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം ഏതായിരിക്കും? കടുവ. ഏതാണ്? കടുവ. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം ഏതാണ്? കടുവ. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. ചോദ്യം മറക്കില്ല. അങ്ങനെയാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ബ്രഹ്മധർമ്മ. ഏതാണ്? ബ്രഹ്മധർമ്മ. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ. അടുത്ത ചോദ്യം, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് സർക്കാർ 1917 റാവു സാഹേബ് പട്ടം നൽകി ആദരിച്ച നവോത്ഥാന നായകൻ. ചോദ്യം ശ്രദ്ധിച്ചേ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് സർക്കാർ 1917 റാവു സാഹേബ് പട്ടം നൽകി ആദരിച്ച നവോത്ഥാന നായകൻ ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ആരാണ് ഉത്തരം? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ആരാണ്? അയ്യത്താൻ ഗോപാലനാണ് ഉത്തരമായിട്ട് വരുന്നത്. മറക്കല്ലും. റാവു സാഹിബ് പട്ടം. ഉത്തരം ആരാണ്? അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം, ഭഗവാൻ കാർൽ മാർക്സ് എന്ന പ്രസിദ്ധ പ്രയോഗം ആരുടേതാണ്? ഭഗവാൻ കാർൽ മാർക്സ് എന്ന പ്രസിദ്ധ പ്രയോഗം ആരുടേതാണ്? ആരുടെയാണ്? സി കേശവൻ. സി കേശവൻ്റെയാണ്. ചോദ്യം മറക്കല്ലും. ഭഗവാൻ കാർൽ മാർക്സ് എന്ന പ്രസിദ്ധ പ്രയോഗം. ഉത്തരമാരാണ്? സി കേശവൻ. അടുത്ത ചോദ്യം, ദ്രാവിഡ ദലിതൻ എന്ന ആശയം ഉയർത്തിയ നവോത്ഥാന നായകൻ. ദ്രാവിഡ ദലിതൻ എന്ന ആശയം ഉയർത്തിയ നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ ദ്രാവിഡ ദലിതൻ എന്ന ആശയം അല്ലെ, ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത ചോദ്യം, ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏത്? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് കുളച്ചൽ യുദ്ധമാണ്. ഏതാണ്? കുളച്ചൽ യുദ്ധം. ലോക അങ്ങാടിക്കുരുവി ദിനം എന്നാണ്. ലോക അങ്ങാടിക്കുരുവി ദിനം എന്നാണ് മാർച്ച് 20. മാർച്ച് 20. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്? അപ്പോൾ ഏത് കമ്മിറ്റിയാണ്? അത് ബൽവന്ത് റായി മേത്ത കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? ബൽവന്ത് റായി മേത്ത കമ്മിറ്റി. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഏതാണ്? പാർട്ട് 3. ഏതാണ്? പാർട്ട് 3. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ഏത്? ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ഏത്? അപ്പോൾ ഏത് ഭാഷയിലാണ് തയ്യാറാക്കിയത്? ലാറ്റിൻ. ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ അച്ചടിയന്ത്രം പ്രചരിപ്പിച്ച വിദേശ ശക്തി ആരാണ്? ഇന്ത്യയിൽ അച്ചടിയന്ത്രം പ്രചരിപ്പിച്ച വിദേശ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. ആരാണ്? പോർച്ചുഗീസുകാർ. മറക്കല്ലും. ഇന്ത്യയിൽ അച്ചടിയന്ത്രം പ്രചരിപ്പിച്ച വിദേശ ശക്തി ആരാണ്? അത് പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം,
കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിൻ്റെ ഝാൻസി റാണി, കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാനെയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. എന്തുവാ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ലോക സീബ്ര ദിനം. ലോക സീബ്ര ദിനം ചോദിച്ചാൽ എന്നാണ്? അല്ല, ജാനുവരി 31. ജാനുവരി 31. അടുത്ത ചോദ്യം, കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിച്ചാൽ നമുക്കറിയാം ഏതാണത്? ഇടുക്കിയാണ്. ഏതാണ്? ഇടുക്കിയാണ്. എന്തുവാ? കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കി. അടുത്ത ചോദ്യം, അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ചോദിച്ചാൽ ആരാണത്? അത് പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ചോദിച്ചാൽ ഏതാണത്? അത് ഇന്ദിരാഗാന്ധി കനാൽ. ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. ചോദ്യം മറക്കലും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. അടുത്ത ചോദ്യം, കടലിൻ്റെ ആഴമറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കടലിൻ്റെ ആഴമറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? സോണാർ. ഏതാണ്? സോണാർ. എന്തിനുള്ള? കടലിൻ്റെ ആഴമറിയാൻ. ഏതാ? സോണാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. ആരാണ്? അൽമേഡ. അടുത്ത ചോദ്യം, ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമുക്കറിയാം ആരാണ്? നിലവിൽ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഉത്തരമാരാ? ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അപ്പോൾ ഇതിനകത്ത് സുരക്ഷാ പദ്ധതി, ജീവൻ രക്ഷ, ശുഭയാത്ര, സുരക്ഷിത കേരളം അല്ലേ? അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി. ഏതാണ്? ശുഭയാത്ര. ഏതാണ്? ശുഭയാത്ര. മറക്കല്ലം. സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ശുഭയാത്ര. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? അത് ലൈഫ് മിഷൻ. ഏതാണ്? ലൈഫ് മിഷൻ. അടുത്ത ചോദ്യം, ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. ഓപ്ഷനകത്ത് കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ, കോട്ടയം. ഉത്തരം ഏതാണ്? കാസർഗോഡ്. ഏതാണ്? കാസർഗോഡ്. ചോദ്യം എങ്ങനെയാണ്? ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ചോദ്യം ശ്രദ്ധിക്കണേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ ഇതിലേതാണ് ഉത്തരം? അത് ഓപ്ഷൻ സി. ഏതാണ്? തുടയെല്ലാണ്. ഏതാണ്? തുടയെല്ല്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? ഓപ്ഷൻ ഡി. എത്രയാ? 206. എത്രയാണ്? 206. അപ്പം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. അടുത്ത ചോദ്യം, 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയതാര്? 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാൽ ഇതിലാരാണ് ഉത്തരമായിട്ട് വരുന്നേ? ആരാണ്? എം.ആർ. രാഘവ വാര്യർ. ആരാണ്? എം.ആർ. രാഘവ വാര്യർ. ചോദ്യം എങ്ങനെയാണ്? 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? എം.ആർ. രാഘവ വാര്യർ. അടുത്ത ചോദ്യം,
2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതാര്? 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഇന്ത്യ. ഏതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം, ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? അത് മാനുവൽ ഫെഡറിക്. ആരാണ്? മാനുവൽ ഫെഡറിക്. ചോദ്യം മറക്കലും. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി അല്ലേ? ആരാണത്? മാനുവൽ ഫെഡറിക്. ഓക്കെ.